എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ട കഥാപാത്രങ്ങൾ ഈ കാരിക്കേച്ചർ സ്വഭാവമുള്ള കഥാപാത്രങ്ങളെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. അതിൽ പിന്നെ എൻ്റെ മനസ്സിൽ വളരെ ബ്രൈറ്റായിട്ട് ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിൽക്കുന്ന രണ്ട് പേരുണ്ട്. അത് വെളുത്ത ചെട്ടിയാരും വെളുത്ത ചെട്ടിച്ചിയാണ്. അത്രയും നല്ലൊരു കപ്പിളിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇവർ കുമ്പാരന്മാരാണ്, കുമ്പാര സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ്. കലങ്ങൾ, മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ആഴ്ചയിലൊരിക്കൽ, എനിക്ക് തോന്നുന്നത് ശനിയാഴ്ചയോ ഞായറാഴ്ചയോ മറ്റോ ഇവർ വലിയ വട്ടി എന്ന് പറയും, അതായത് ഈറ്റ ഇങ്ങനെ വളച്ചിട്ട് ഉണ്ടാക്കുന്ന വട്ടിയാണ്. ഈ ഗ്യാപ്പ് ഭയങ്കര കൂടുതലായിരിക്കും. സാധാരണ ഈ കൂടകൾ ചേർത്തിട്ടാണല്ലോ നെറ്റ് ചെയ്യുക. ഇതങ്ങനെയല്ല, വലിയ വീതിയുള്ള ഈറ്റ കൊണ്ട് മെടഞ്ഞിട്ടുള്ള ഇടയിൽ ഇഴയകലം നല്ലോണമുള്ള വലിയ വട്ടി. അപ്പോൾ അതിൽ ഒരുപാട് കലങ്ങൾ, മൺപാത്രങ്ങൾ നിറച്ചിട്ട് ചെട്ടിയാർ തലയിൽ ഈ തോർത്ത് വട്ടം ചുറ്റി തലയിൽ വെച്ചിട്ട് വരും. കൂടെ ഈ അദ്ദേഹത്തിൻ്റെ ഭാര്യ ചെട്ടിച്ചി ഉണ്ടാവും. അപ്പോൾ ഈ ഭാര്യയുടെ തലയിലും ഉണ്ടാവും അതിനേക്കാൾ ഇത്തിരി കൂടി ചെറിയ ഒരു വട്ടി, അതിലും നിറയെ കലങ്ങളായിരിക്കും. കലം എന്നും പറഞ്ഞിട്ട് ഞായറാഴ്ചകളിൽ ഇവർ വരും. എല്ലാ വീടുകളിലും സ്ത്രീകൾ ഇവരെ വിളിച്ചു വരുത്തും. ഈ കൊട്ട വട്ടി ഇറക്കി വെച്ചിട്ട് അതിൽ നിന്ന് കലങ്ങൾ സെലക്ട് ചെയ്യും. ഇവരോട് ഭയങ്കരമായിട്ട് ബാർഗെയിൻ ചെയ്യും. ചെട്ടിയാർ വായിൽ എപ്പോഴും വായ നിറയെ മുറുക്കാനായിരിക്കും, ചുമന്നിങ്ങനെ ഇരിക്കും. കാണാൻ നമ്മൾ നേരത്തെ പറഞ്ഞ ചെട്ടിയാർ കറുത്തിട്ടാണെങ്കിൽ ഇദ്ദേഹം വെളുത്ത് ചുവന്ന ഒരു മനുഷ്യനാണ്. ഈ പറഞ്ഞ പോലെ 6 പാക്കും ഒക്കെയുള്ള ഒരു 6 അടിയിലധികം പൊക്കമുള്ള, വായ നിറയെ മുറുക്കാൻ മുറുക്കി ചുവന്ന ചുണ്ടുകളുമായിട്ട് സുന്ദരനായിട്ടുള്ള ചെട്ടിയാരുടെ കയ്യിലാണ് ഞാൻ ആദ്യമായിട്ട് പച്ച കുത്തി കാണുന്നത്. ഇന്നിപ്പോൾ ഭയങ്കര ആധുനിക ഇതയുടെ അടയാളമായ പച്ചകുത്തിൽ ഞാൻ ആദ്യം കണ്ടത് ഈ ചെട്ടിയാരുടെ കയ്യിലാണ്. ചെട്ടിയാരുടെ കയ്യിൽ കൈത്തണ്ടയിൽ ഇങ്ങനെ നീളത്തിൽ സുബ്രഹ്മണ്യൻ്റെ ചിത്രമാണ്, മുരുകൻ്റെ ചിത്രം, വേല് പിടിച്ച് നിൽക്കുന്ന മുരുകൻ്റെ ചിത്രം പച്ച കുത്തിയിട്ടുണ്ട്. അത് ആ വെളുത്ത കൈത്തണ്ടയിൽ പച്ച കളറിൽ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഞാൻ കുട്ടിക്കാലത്ത് അടുത്ത് പോയിട്ട് അതിലേക്ക് ഇങ്ങനെ നോക്കും, അതെങ്ങനെയാണ് വരച്ചതെന്ന് ഒരു പിടിയില്ല. അപ്പോൾ അപ്പച്ചനോട് ചോദിച്ചപ്പോൾ അപ്പച്ചൻ പറയും ഇത് ഭയങ്കര വേദനയാണ്, എന്തൊക്കെ വെച്ച് പൊള്ളിച്ചിട്ടാണ്, എന്തൊക്കെ കറകൾ ഉപയോഗിച്ച് പൊള്ളിച്ചിട്ട് ഉണ്ടാക്കുന്നൊരു ആർട്ടാണ്. അപ്പം അത് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര വേദനയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അപ്പച്ചൻ എന്നെ അന്ന് പേടിപ്പിച്ചിട്ടുമുണ്ട്. ചെട്ടിച്ചി എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ അതിസുന്ദരിയായിട്ടുള്ള സ്ത്രീയാണ്, നീണ്ടു നിവർന്ന് ഒട്ടും ദുർമേധസ്സില്ലാത്ത. ഈ ചെട്ടിയാരോട് അടുത്ത് തന്നെ പൊക്കം അവർക്കുണ്ട്, അദ്ദേഹത്തിൻ്റെ അതേ ആരോഗ്യം അവർക്കുണ്ട്. രണ്ടുപേരും കൂളായിട്ടാണ് ഈ കലങ്ങൾ തലച്ചുമടായിട്ട് വരുന്നത്. അവരുടെ വീട് എവിടെയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, കണ്ണിയമ്പുറം ഭാഗത്ത് എവിടെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അത്രയും ദൂരം തലയിൽ ചുമന്നിട്ട് ഈ കലങ്ങൾ ഉണ്ടാക്കി അത് ഉണക്കി അത് ചുളക്കി വെച്ച് ആ കലങ്ങൾ കൊണ്ട് നടന്ന് വിൽക്കണം. അപ്പോൾ ആഴ്ചയിലൊരിക്കലാണ് ഇവരിത് വിൽക്കാൻ വേണ്ടിയിട്ട് വീടുകളിൽ വരുന്നത്. ഈ കലങ്ങളുമായിട്ട് ഈ ചെട്ടിച്ച് സാരി ഒരു പ്രത്യേക രീതിയിലാണ് കൊടുക്കുക. എന്നിട്ട് പുറകിൽ വാലുണ്ടാവും. ഈ ക്രിസ്ത്യൻ അമ്മാമ്മമാർ കാച്ചിമുണ്ട് ഉടുക്കുമ്പോൾ പുറകിൽ ഇങ്ങനെ ഞൊറിയിടും, വാല് പോലെ ഞൊറിയുണ്ടാവും. അതുപോലെ അത്രയും വലുപ്പമില്ലെങ്കിലും ഒരു ചെറിയ ഞൊറിയുടെ വാല് ഈ ചെട്ടിച്ച് സാരി ഉടുക്കുമ്പോൾ എപ്പോഴും പുറകിലുണ്ടാവും. ഇവർ രണ്ടുപേരും ഈ വായ നിറയെ മുറുക്കാനുമായിട്ട് തലയിൽ വട്ടിയിൽ കലങ്ങളുമായിട്ട് വരുന്ന കാഴ്ച ഒരു നമ്പൂതിരി ഡ്രോയിങ് പോലെയാണ് എനിക്ക് എപ്പോഴും തോന്നുന്നത്. നമ്പൂതിരി മാതൃഭൂമിയിൽ വരച്ചിട്ടുള്ള ഡ്രോയിങ്ങുകളിൽ കാണുന്ന ആളുകളുടെ രൂപവും ശരീരപ്രകൃതമായിരുന്നു അവർക്ക് രണ്ടുപേർക്കും. ഇന്നും എൻ്റെ മനസ്സിൽ അവർ ഈ കലവുമായി വരുന്ന എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്.